നിങ്ങൾക്ക് ജൂൺ മാസത്തിലെ ആദ്യ സ്കൂൾ ദിവസം ഓർമ്മയുണ്ടോ? മഴയിൽ നനഞ്ഞ് പുതിയ ബാഗുമായി സ്കൂളിലേക്ക് പോയ ആ ദിവസം. ജീവിതത്തിൽ നമ്മൾ ഒരുപാട് ദിവസങ്ങൾ കണ്ടിട്ടുണ്ടാകും. പക്ഷേ ചില ദിവസങ്ങൾ മാത്രം ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് ജൂൺ മാസത്തിലെ ആദ്യ സ്കൂൾ ദിവസം. അവധി ദിവസങ്ങൾ കഴിഞ്ഞ് വീണ്ടും സ്കൂളിലേക്ക് പോകുന്ന ആ ദിവസം ഇന്നും എനിക്ക് വളരെ വ്യക്തമായി ഓർമ്മയുണ്ട്. രാവിലെ അലാറം മുഴങ്ങുന്നതിന് മുൻപേ കണ്ണു തുറക്കും. കാരണം ഇന്ന് സാധാരണ ദിവസമല്ല, വീണ്ടും സ്കൂൾ തുറക്കുന്ന ദിവസമാണെന്ന ചിന്തയിൽ അമ്മ നേരത്തെ എഴുന്നേൽപ്പിക്കും. പുതിയ യൂണിഫോം കട്ടിലിൽ മടക്കി വെച്ചിട്ടുണ്ടാവും. പുതിയ ബുക്കുകളും ബാഗും എല്ലാം റെഡിയായിരിക്കും. ആ പുതിയ ബുക്കുകൾ തുറക്കുമ്പോഴുള്ള ആ ഒരു മണം, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ളതാണ്. അത് അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവൂ. പുറത്ത് മഴ ചെറുതായി പെയ്യുന്നുണ്ടാവും. ജൂൺ മാസവും മഴയും തമ്മിലൊരു പ്രത്യേക ബന്ധമുണ്ട്. മഴയില്ലാത്ത ജൂൺ മാസം എന്നുള്ളത് ചിന്തിക്കാൻ പോലും ബുദ്ധിമുട്ടാണ്. കുടയും പിടിച്ച് സ്കൂളിലേക്ക് പോകുമ്പോൾ മനസ്സിൽ ഒരുപാട് ചിന്തകളുണ്ടാവും. എൻ്റെ കൂട്ടുകാരൻ ഈ വർഷവും എൻ്റെ ക്ലാസ്സിൽ തന്നെ ആയിരിക്കുമോ? പുതിയ ക്ലാസ് ടീച്ചർ എങ്ങനെയായിരിക്കും? ഈ വർഷം പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുമോ? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ. സ്കൂൾ ഗേറ്റിനടുത്തെത്തുമ്പോൾ തന്നെ ഒരു പ്രത്യേക സന്തോഷം തോന്നും. അവിടെ എല്ലായിടത്തും കുട്ടികൾ. ചിലർ ഓടുന്നുണ്ടാവും, ചിലർ ചിരിക്കുന്നുണ്ടാവും, ചിലർ അവരുടെ അവധിക്കാല വിശേഷങ്ങൾ പറയുന്നുണ്ടാവും. 2 മാസം കാണാതിരുന്ന കൂട്ടുകാരെ വീണ്ടും കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം വേറെ തന്നെയാണ്. എടാ, എങ്ങനെയുണ്ടായിരുന്നു നിൻ്റെ അവധിക്കാലം? എവിടെയൊക്കെ പോയി? ഇങ്ങനെയുള്ള ചോദ്യം കൊണ്ട് സ്കൂൾ മുറ്റം മുഴുവൻ നിറയും. അതിനിടയിൽ ബെല്ല് മുഴങ്ങും. എല്ലാവരും പുതിയ ക്ലാസ്സുകളിലേക്ക് പോകും. പുതിയ ക്ലാസ്സിലേക്ക് ആദ്യമായി കയറുമ്പോൾ ചെറിയ പേടിയൊക്കെ ഉണ്ടാവും. പക്ഷേ അതിനേക്കാൾ കൂടുതൽ ആവേശം ഉണ്ടാകുന്നത് ഏത് ബെഞ്ചിലിരിക്കണം എന്ന ചർച്ചയിലായിരിക്കും. ചിലർ മുന്നിലിരിക്കാൻ ആഗ്രഹിക്കും, ചിലർ ബാക്ക് ബെഞ്ചിലിരിക്കാൻ ആഗ്രഹിക്കും, ചിലർ വിൻഡോവിനടുത്തുള്ള സീറ്റിലിരിക്കാൻ നോക്കും. കാരണം അവിടെ നിന്ന് മഴ കാണാൻ പറ്റും. ക്ലാസ്സിലിരുന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ മഴത്തുള്ളികൾ താഴെ വീഴുന്നത് കാണാം. സത്യം പറഞ്ഞാൽ ചില സമയങ്ങളിൽ അധ്യാപകൻ പഠിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധ മഴയിലായിരിക്കും. ആ മഴ, ആ അന്തരീക്ഷം, ആ സുഹൃത്തുക്കൾ, ഇതൊക്കെ ചേർന്നതാണ് നമ്മുടെ സ്കൂൾ ജീവിതം. പിന്നീട് അധ്യാപകർ പുതിയ ബുക്കുകൾ വിതരണം ചെയ്യും. ബുക്കുകൾ കിട്ടിയ ഉടനെ അവസാന പേജ് വരെ മറിച്ച് നോക്കുന്നവരുണ്ടായിരിക്കും. ആദ്യ പേജിൽ പേരെഴുതുന്നൊരു പ്രത്യേക സന്തോഷം. ചിലർ മനോഹരമായി എഴുതും, ചിലർ സ്റ്റിക്കർ ഒട്ടിക്കും. അത് ചെറിയ കാര്യങ്ങളാണെന്ന് ഇപ്പോൾ തോന്നും, പക്ഷേ അന്നത്തെ ഏറ്റവും വലിയ സന്തോഷങ്ങൾ അതായിരുന്നു. നമ്മൾ കടന്നുപോയി. 1 വർഷം, 2 വർഷം, പിന്നെ സ്കൂൾ ജീവിതം തന്നെ അവസാനിച്ചു. ഇന്ന് നമ്മളിൽ പലരും കോളേജിലായിരിക്കും, ജോലിയിലായിരിക്കും, ജീവിതത്തിൻ്റെ തിരക്കിലായിരിക്കും. പക്ഷേ ഒരു മഴ പെയ്യുമ്പോൾ, ഒരു സ്കൂൾ ബസ് കാണുമ്പോൾ, ഒരു പുതിയ പുസ്തകത്തിൻ്റെ മണം കിട്ടുമ്പോൾ മനസ്സ് വീണ്ടും ആ ജൂൺ മാസത്തിലെ ആദ്യ ദിവസത്തിലേക്ക് തിരികെ പോകും. അപ്പോൾ മനസ്സിലാകും, നമ്മൾ വളർന്നെങ്കിലും ആ ഓർമ്മകൾ ഇന്നും വളർന്നിട്ടില്ലെന്ന്. അവ ഇന്നും അതേപോലെ നമ്മുടെ മനസ്സിൽ ജീവിക്കുന്നു. ഒരുപക്ഷെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ കാലം ബാല്യകാലം തന്നെയായിരിക്കാം. കാരണം അന്ന് സന്തോഷിക്കാൻ വലിയ കാരണങ്ങളൊന്നും ആവശ്യമുണ്ടായിരുന്നില്ല. ഒരു മഴ, ഒരു സുഹൃത്ത്, ഒരു പുതിയ പുസ്തകം, അത്ര മതി. ഇന്ന് ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും ജൂൺ മാസത്തിലെ ആദ്യ സ്കൂൾ ദിവസം ഓർമ്മയുണ്ടെങ്കിൽ ആ ഓർമ്മയിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എന്താണെന്ന് കമൻറ്റിൽ എഴുതൂ. കാരണം ചില ഓർമ്മകൾ പറഞ്ഞാൽ മാത്രമല്ല, പങ്കുവെച്ചാലാണ് കൂടുതൽ മനോഹരമാകുന്നത്. ഈ വീഡിയോ ഇതുവരെ കണ്ട നിങ്ങൾക്ക് നന്ദി. അടുത്ത വീഡിയോയിൽ ഞാൻ എൻ്റെ സ്കൂൾ ബസ് യാത്രാനുഭവങ്ങളെക്കുറിച്ചാണ് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ഓരോരുത്തർക്കും അവരവരുടേതായ ഓർമ്മകളുണ്ടാകും.
എൻ്റേതും നിങ്ങളുടേതും തമ്മിൽ എന്തെങ്കിലും സാദൃശ്യമുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് അടുത്ത വീഡിയോ കാണുന്നതിലൂടെ മനസ്സിലാകും. ആ വീഡിയോ നഷ്ടമാകാതിരിക്കാൻ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. നന്ദി.